നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആരോഗ്യ വിദഗ്ധർക്കും ചിലത് പറയാനുണ്ടാകും. ഡോക്ടർ രാജീവ് ജയദേവൻ എന്താണ് പറയാനുള്ളത്? അപൂർവമായെങ്കിലും കേരളത്തിൽ ഫുഡ് പോയ്സണിംഗ് കണ്ടുവരുന്നുണ്ട്. അതിൽ ചില കേസുകൾ സീരിയസ് ആകുന്നുണ്ട്. ഈ സീരിയസ് ആകുന്ന ചില കേസുകളിൽ മരണങ്ങളും ഉണ്ടാകാറുണ്ട്. ഫുഡ് പോയ്സണിംഗ് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും സൗകര്യം. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവിടെയുള്ളവരോട് നമുക്ക് അന്വേഷിക്കാം. അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ചൂടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ്ങിൻ്റെ റിസ്ക് കുറവായിരിക്കും. വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ പോലും ഫുഡ് പോയ്സണിങ് സാധാരണ ഉണ്ടാകാറുണ്ട്. ഇത് ഷവർമയുടെയും കുഴിമന്തിയുടെയും മാത്രം പ്രശ്നമല്ല. ഭക്ഷണശാല തിരക്കുള്ളതല്ല എങ്കിൽ ഒരുപക്ഷെ പഴകിയ സാധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്ഷണശാലയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിഷ് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോട്ടലുകളിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ കഴിവതും ബോട്ടിൽ വാട്ടർ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെള്ളം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയോ ചെയ്യാം. ഷവർമ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഫുഡ് പോയ്സണിങ് ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എങ്കിലും നമ്മൾ ഓർക്കേണ്ടത് ഷവർമ കഴിക്കുന്ന മിക്കവർക്കും ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. അപൂർവമായിട്ട് ഫുഡ് പോയ്സണിങ് ഇങ്ങനെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഷവർമ ബ്ലോക്ക്. ഈ ബ്ലോക്ക് പച്ച ഇറച്ചിയാണ്. ഇറച്ചി, അതായത് പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് പുറമേ നിന്നാണ് വേകുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനായി നിരവധി പേർ വരുമ്പോൾ ഒടുവിൽ വരുന്ന ആൾക്ക് ഒരുപക്ഷെ കിട്ടുന്നത് അധികം വേകാത്ത ഇറച്ചിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. ഷവർമ മൂലം ഫുഡ് പോയ്സണിംഗ് ഉണ്ടായാൽ രണ്ടാമത്തെ കാരണം കഴിക്കാനുള്ള താമസമാണ്. ഏറെ സമയം കഴിഞ്ഞ് ഭക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ബാക്ടീരിയ പെരുകി ഫുഡ് പോയ്സണിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷവർമ എപ്പോഴും 1 മണിക്കൂറിനുള്ളിൽ കഴിച്ചു തീർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ മേശപ്പുറത്ത് വെച്ച് രാത്രിയിൽ കഴിക്കാം അല്ലെങ്കിൽ നാളെ കഴിക്കാം എന്ന് യാതൊരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല. ഫുഡ് പോയ്സണിംഗ് കേസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. കുഴിമന്തിയോ ഷവർമയോ ഒന്നുമല്ല വില്ലൻ, അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പഴകിയതാകുമ്പോൾ എല്ലാ ഭക്ഷണവും ചിലപ്പോൾ വിഷമായി മാറിയേക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഡോക്ടർ രാജീവ് ജയദേവൻ നൽകിയത്. ഏതായാലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തിയേ മതിയാകൂ എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. താങ്ക് യു ഡോക്ടർ രാജീവ് ജയദേവൻ.